ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ജയിൽ മോചിതനായി. റിമാൻഡിലായി 18 ദിവസത്തിന് ശേഷമാണ് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങിയത്. ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. മൂന്നാം ബലാത്സംഗ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അല്ല കൊണ്ടുകൊണ്ട് അങ്ങോട്ടുള്ള വഴി രണ്ട് സൈഡിലായിട്ട് ഫൈസൽ അസീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, മൂന്നാം ബലാത്സംഗ കേസിൽ 18 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജയിലിന് പുറത്തും വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഒപ്പം ഇനി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം? ഫൈസൽ. അനീഷ, ഏതായാലും മൂന്നാം ബലാത്സംഗ കേസിൽ 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ജയിലിന് പുറത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ജയിൽ മോചിതനായ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നും അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള പെടുത്തലാണ്, അതിൽ ഈ കേസിൽ പെടുത്തിയതാണോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ അദ്ദേഹം ഒന്നിനും പ്രതികരിക്കാൻ തയ്യാറായില്ല. എപ്പോഴത്തെയും പോലെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനൊക്കെ മറുപടി നൽകിയത്. ആ ചിരി എപ്പോഴും ചുണ്ടിൽ, ആ ഒരു അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മുട്ടയെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പോലീസ് അവരെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുക. അതിൽ ഒരു പ്രവർത്തകനെ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഏതായാലും 18 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.